അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊട്ട മല്ലി അമ്മി മേലിട്ടേച്ച് സൂപ്പർ പാട്ട് അടിപൊളി. ഇതിനെയൊക്കെ പാട്ട് പാടി സൂപ്പിച്ചല്ല ഞാൻ. കുറെ നാളായിട്ട് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ മല്ലി മുളക് എന്ന് വേണ്ട സകല സാധനങ്ങൾ മോഷണം പോവാ. എനിക്ക് നിന്നെയൊക്കെ നല്ല സംശയമുണ്ട്. ഞാൻ സത്യമായിട്ടും ഒരു ദിവസം എല്ലാത്തിനും ഞാൻ ഇവിടെ ഞാൻ പോക്കും ഞാൻ. അയ്യോ എന്നെ സംശയിക്കലും മുതലാളി. കാരണം ഇത് ഇവിടെ നിന്നുണ്ടാക്കിയ ശരീരമാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇല്ല, എനിക്ക് നല്ല സംശയമുണ്ട്. നിങ്ങളെ നല്ല സംശയമുണ്ട്. ഇവളുമാരെ എനിക്ക് അതിനപ്പുറം സംശയം. അയ്യോ ഒരിക്കലും സാറേ. എന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യില്ല സാറേ. എന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യില്ല സാറേ. എന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യൂല. മാധവൻ കുട്ടി ഇങ്ങോട്ട് വന്നേ. അല്ലേ സാറേ? അല്ല ഞാൻ ഒരു സഹോദര സ്നേഹം. ആട്ടിൻ തോലിട്ട ചങ്ങാതി, നിന്റെ സഹോദര സ്നേഹം എനിക്കറിയാം. അതല്ല ഇന്ന് സാറേ നിൽക്കുന്ന സിറ്റുവേഷനിൽ ചോദിക്കാൻ പറ്റുമോ? ഞാൻ കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ അത് പറയുന്നില്ല നിങ്ങൾ ആലോചിച്ചിരിക്കുന്നു. ശമ്പള ദിവസം പെട്ടെന്ന് ഈ ഒരു മോഷണമൊക്കെ ഇരിക്കുന്ന സ്ഥിതിയിൽ അങ്ങനെ പറയുന്നത് ശരിയല്ലോ സാറേ? അല്ലല്ലോ, ഞാൻ ഇവിടുത്തെ മുതലാളിയാണല്ലോ. നിങ്ങൾക്ക് എന്നോട് എപ്പോ വേണമെങ്കിലും ചോദിക്കാം. അതിനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. ആണല്ലേ? ഞങ്ങൾക്ക് ശമ്പളം അത് പറയാം. നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ടോ? ഉണ്ടോ? എനിക്ക് മാത്രം ഇല്ലെന്ന് ഗൂഗിൾ പേ. എനിക്കൊരു ഗൂഗിൾ പേ എടുക്കണം. ഇങ്ങനെ ഒരു ആൾക്കാർ ഇങ്ങനെ പറയുന്ന കേട്ടോ. എനിക്ക് ശമ്പളം തരാനല്ലേ? ശമ്പളോ? അതെന്നാ വർത്താനം അടിയാ പറഞ്ഞ ശമ്പളോന്ന്? കഴിഞ്ഞ മുമ്പത്തെ മാസം ഞാൻ നിങ്ങൾക്ക് ശമ്പളം തന്നായിരുന്നോ? കഴിഞ്ഞ മാസം തന്നായിരുന്നോ? ഇല്ല. പിന്നെ ഈ മാസം എത്ര നിർബന്ധം? പണിയെടുക്ക് പോ. നീ ഇങ്ങ് വാടാ. നീ അവരുടെ വീട്ടിലെ പട്ടിക്കുഞ്ഞ് അവര് പോകുന്നതിന്റെ പുറകെ എല്ലാം കിടന്നു ഓടാൻ വേണ്ടിട്ട്. അല്ല ഒരു കൈസഹായത്തിന് ഞാൻ നീ ഒരു കാര്യം ചെയ്യ്. നീ ഇതെല്ലാം കൂടെ നോക്കിക്കേര്. ഞാൻ അകത്ത് പോയിട്ട് ഇച്ചിരി പൈസയുടെ സാധനം മേടിച്ചിട്ടുണ്ടോ? പൈസ കൊടുത്ത് സാധനം മേടിച്ചിട്ടുള്ള കാര്യം. സാർ ഇങ്ങോട്ട് വന്നാണ്. സാർ എന്തിനാണ് എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? സാറേ സാറെന്ന് വിളിക്കരുത്. പിന്നെ ഒരു കോൺസ്റ്റബിൾ SI എന്തിനെന്ന് വിളിക്കണം? അത് സ്റ്റേഷനിൽ. നമ്മൾ ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? എന്തിനാണ്? ഓപ്പറേഷൻ സൂപ്പർ മാർക്കറ്റ്. മനസ്സിലായില്ല. അതായത് ഈ നഗരത്തെ കിടികിട വിറപ്പിച്ച മോഷ്ടാവിനെ പിടിക്കാൻ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് അറിയാതെ വേഷം മാറി വന്ന പോലീസുകാരാണ്. ഇവിടെ ഒരു കുഞ്ഞുങ്ങളെ പറയരുത് നമ്മൾ പോലീസുകാരാണെന്ന്. അല്ല സാറേ, കള്ളനെ പിടിക്കാൻ വേണ്ടി ഈ സൂപ്പർ മാർക്കറ്റിൽ എന്തിനു വരണം? എടാ ബുദ്ധി വേണം. ഈ ഏരിയയിലെ CCTV ക്യാമറകളെല്ലാം സെർച്ച് ചെയ്ത സമയത്ത് ഒരു ഹെൽമെറ്റ് വെച്ച് എൻഫീൽഡിൽ പോകുന്ന ഒരാളാണ് കള്ളൻ എന്ന് എനിക്ക് സ്ഥിരീകരിക്കാൻ പറ്റി. ആ കള്ളൻ ഇവിടെ വന്നു പോകുന്നതായിട്ട് എനിക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. ഒന്നെങ്കിൽ അവന്റെ കാമുകി ഇവിടെ ഉണ്ടാകാം, അല്ലെങ്കിൽ അവന്റെ ബോസ് ഉണ്ടാകും, അല്ലെങ്കിൽ അവന്റെ പാർട്ട്ണർ ഉണ്ടാകും. അവനിലൂടെ നമ്മൾ അവരെ പിടിക്കുന്നു. എങ്ങനെയല്ലേ നമ്മൾ ഇവിടെ ജോലിക്കാരായിട്ട് കയറി പറ്റുന്നു? സാറ് സത്യം പറയാലോ, ഞാൻ ഇതുവരെ വിചാരിച്ചു വെച്ചിരുന്നത് സാർ വെറും കിഴങ്ങെന്ന്. അല്ല ഇപ്പൊ മനസ്സിലായി, സാർ ബുദ്ധിമാനാണ്. സാർ SI ആവേണ്ട ആളല്ല, സാർ PC ആവണം. ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് പറഞ്ഞ് ശരിയാക്കി. അല്ല സാർ CBI ആവണമെന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എങ്ങനെയാലും നമ്മൾ ജോലിക്കാരായതിനകത്ത് കയറുന്നു. അവിടെ വെക്ക്. സാറൊന്നും വിളിക്കാൻ സാറൊന്നും വിളിക്കരുത്. ഓക്കെ, നമ്മൾ ചെന്ന് ജോലിക്ക് കയറുന്നു, അവൻ വരുന്നു, നമ്മൾ കൈയോടെ വെക്കുന്നു. ഓക്കെ വാ. എവിടെ പോന്നാ? ഞാനിടല്ലേ ഇങ്ങോട്ട് മാറിക്കാം. ഹലോ, ഞങ്ങൾക്ക് പണി വേണമായിരുന്നു. ഇയാൾ എനിക്കിട്ട് പണിയാൻ വേണ്ടി വന്നാണോ? പോടുത്തോന്നിട്ടെങ്ങാനും. അല്ല, ഞങ്ങൾക്ക് പണി വല്ലോണ്ട് സാറേ. എന്റെ സുഹൃത്തെ, ഇവിടെ ഉള്ളവർക്ക് തന്നെ ഇവിടെ പണി കൊടുക്കാനില്ല. നിങ്ങൾ ഞങ്ങൾ ശരിക്കും പണിക്കാരാ കേട്ടോ. നിങ്ങൾ ഒരു പണിയും തരണം. നിങ്ങൾ ഇറങ്ങിപ്പോ. നല്ല പണി, ഞങ്ങൾ ചുമടൊക്കെ എടുക്കും. വേണ്ട, നിങ്ങൾ പോകൂ. സാർ SI ആണെന്ന്. സത്യ അവരെ വിളിച്ചാ വരുമല്ല. ശാരി മേരി, നീ ശാരിയും മേരിയും പൊക്കോ. സത്യനെ അവിടെ നിർത്താം. അല്ലേ വണ്ടി ഇവിടെ നിൽക്കേ. നീ ഈ സാധനം ചുമന്നിട്ട് അകത്ത് കൊണ്ടിട്ട് ചെല്ലി പോ. ഇത്ര സാധനം ഇവിടെ കൊണ്ടിട്ടേക്കുക. അതുകൊണ്ടിട്ട് ഹെൽപ്പ് ചെയ്യോ? ഇത്ര വേവിച്ചൊക്കെ തിന്ന അവിടെ നിന്നൊക്കെ തിന്നോളൂല്ലോ. തലയിലോട്ട് വെക്കാം. നമ്മളെ എനിക്ക് ഇതെവിടെ പോരാളിയുണ്ട്? ഇപ്പൊ ദൈവത്തോതിൽ ഇറങ്ങി വന്നാണോ? കടിച്ചെടുക്കട്ടെ ആരണോ? ഇതാരാ വന്ന് നിൽക്കുന്നത്? നേരത്തെ അടിക്കടാ. സത്യം പറയാമല്ലോ, ഞാൻ ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഇതുപോലെ ചുമക്കുന്ന ഒരാളെ. ഒരു കാര്യം ചെയ്യ്, കൊഞ്ചോട്ട് റോഡിലായിട്ട് നമ്മുടെ കൂടെ നിൽക്കട്ടെ.
ഇയാളല്ലേ പണി അന്വേഷിച്ചു വന്നത്? അതെ. നമ്മളോട് നിന്നു. ശരിയാക്കാൻ നീ സാറേ, ആ. എന്റെ ചിറ്റപ്പയുടെ മോനാ. ആ. അപ്പൊ അവനും കൂടെ എന്തെങ്കിലും ജോലി, ഡിഗ്രി വരെ പഠിച്ചാ സാറേ. ഡിഗ്രി ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലി. ഒരു കാര്യം ചെയ്യ്. ഇത്രയും വിദ്യാഭ്യാസമുള്ള സ്ഥിതിക്ക് അവൻ ഇവിടുത്തെ സൂപ്പർവൈസർ ആയിക്കോട്ടെ. മതി മതി മതി. അത്രേ. അല്ല അപ്പൊ ഞാൻ വേണ്ട സൂപ്പർവൈസറാ, അവനെ മറ്റേ ചുമട്ടുകാരനാക്കിയോ? നീ ചുമട്ടുകാരൻ, അവൻ സൂപ്പർവൈസർ. അല്ല അത് ശരിയാകത്തില്ല. നീ ചുമട്ടുകാരൻ, അവൻ സൂപ്പർവൈസർ. ഞാൻ SI ആണ്. അല്ല ഞാന് നിർത്തരുത് മുതലാളി, ഞാൻ ഇവിടെ നിന്നുണ്ടാക്കിയ ശരിയുണ്ട്, അതുകൊണ്ട് പറഞ്ഞു പ്രാണികളാണ് നിർത്തലവന്മാരെ കണ്ടറിയാം. ആണോ? ഉറപ്പായിട്ട് നിർത്തരുത്. നിന്റെ വാക്ക് മാനിച്ച് ഞാനൊരു കാര്യം പറയാം. അവന്മാരെ ഞാനിവിടെ സ്ഥിരപ്പെടുത്തുന്നു. അയ്യോ, ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞു, നിർത്തലെന്നാണ് പറഞ്ഞത്. നീ എന്ത് പറഞ്ഞോ അതിന്റെ വിപരീതം മാത്രമേ ഇവിടെ ഇന്ന് വരെ സക്സസ് ആയിട്ടുള്ളൂ. നീ ആദ്യം അങ്ങോട്ട് കേറിക്കോ. പോ, ചെല്ല്, പോ. നിർത്താൻ പോകണം. ആ, ഞാൻ ഇവിടെ നിർത്താൻ പോ. നിർത്താൻ പോവാണ്. ആ, നിർത്താൻ പോ. അനുഭവിക്കേണ്ടി വരും. ആയിക്കോട്ടെ. എല്ലാ സ്റ്റാഫുകളും വാ. എല്ലാം വാ. ഇവിടെ വർക്ക് ചെയ്യണ എല്ലാവരും വാ. എല്ലാ സ്റ്റാഫുകളും വാ. കഞ്ഞി കുടിച്ച് ജീവിക്കട്ടെ നീ. ഒന്നും വേണ്ട, എല്ലാരും കേട്ടോ. നിങ്ങൾ ഇവിടെ നിർത്തുകയാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇവിടെ ഇറങ്ങിപ്പോ. ഒരു സുപ്രഭാതം ആക്കണ്ട. സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. ഇറങ്ങി പോടാ, മാറി പോ, പോ, പോ. അയ്യ, അങ്ങനെ പറയില്ലേ. അല്ല, എന്നെ പിടിച്ചു നിർത്താം. ഇറങ്ങിപ്പോ. ഞാൻ ചെരുപ്പ് ഞാൻ ഇറങ്ങിപ്പോ. എനിക്ക് ശമ്പളം വേണ്ടെന്ന്. അതിനിവിടെ ആയിരിക്കും നമ്മളെ തരുന്നില്ലോ ഇനി. അല്ല, എനിക്ക് ആരും വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഈ തടി ഇവിടെ തരണം. അതുകൊണ്ട് അത് വേണം. ആ, എനിക്ക് ഇവിടെ നിൽക്കണം. എനിക്ക് കുറെ കാര്യങ്ങളുണ്ട്. കയറിപ്പോര്, 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 കയറിപ്പോര്. അങ്ങോട്ട് എടുത്ത് വെക്കടി. അങ്ങോട്ട് എന്നാന്ന് വെച്ചാ നമ്മുടെ പ്ലാൻ എ നടന്നു. ഓക്കെ, നമ്മൾ ജോലിക്കാരായി ഇതിനകത്ത് കയറി കഴിഞ്ഞു. ഓക്കെ, ഇനി അവനുമായിട്ട് കണക്ഷൻ ഉള്ള ആരാ നമ്മൾ കണ്ടുപിടിക്കണം. ആ ഇരിക്കുന്ന പെൺകുട്ടി എനിക്ക് സംശയമുണ്ട്. അവളായിരിക്കും അവന്റെ കാമുകി. ഓക്കെ, അവരോട് ചെന്ന് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് അന്വേഷിച്ചിട്ട്. ഓക്കെ, പേരെന്താ? ചൗരി. കന്നഡക്കാരിയാ. ചൗധരി. ഓ, ചൗധരി. അപ്പൊ ബോംബെയിലൊക്കെ ആയിരിക്കും. എന്തോ മണ്ണത്തരോടാ അവൾ എടുത്തോണ്ടിരിക്കുന്ന സാധനത്തിന്റെ പേരല്ല ചൗരി. കുട്ടിയുടെ പേരെന്താ? ശാരി, ശാരി, ശാരി. ആ ചെറുക്കൻ ഭയങ്കര ശല്യം. അവൻ ഭയങ്കര ശല്യം. ഒന്നും ചെയ്യിക്കുന്നു. ഞങ്ങൾക്ക് മേല് ദിവസം ചെയ്യുന്ന കണ്ട് പഠിക്കണം കേട്ടോ. രീതിയുണ്ട് മോളെ. വീട്ടിൽ ആരൊക്കെയുണ്ട് മോളെ? 3 ആങ്ങളമാര്. നല്ല ഇടിയാണോ അവന്മാര്? ഇവനെ കൊന്നു കളഞ്ഞാലാണ്. ഇതല്ലേ ഞാനും ആദ്യമേ പറഞ്ഞത്. ഇപ്പൊ എന്ത് ചെയ്യും? ഒന്നും ചെയ്യല്ല. അടുത്ത പ്ലാൻ ബി. നീ പെണ്ണിന്റെ അടുത്ത് കയറുന്ന എന്താ ഷൈൻ ചെയ്യണം? അല്ലാതെ പരിചയപ്പെടണ്ട. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നല്ലേ. ഞാനാണ് ഇവിടെ സീനിയർ. വലിയ അളിയനെ പറയാം. അളിയ ഇവിടുത്തെ സൂപ്പർവൈസർ കേട്ടാ. ഇവനൊക്കെ വരച്ച വരെ നിർത്തണം. കാരണം ഇപ്പഴാകുമ്പോ ഞാനിപ്പോ സ്വഭാവം കാണിച്ചു. ഇങ്ങോട്ട് വന്ന് ഇല്ലടാ, ഇങ്ങോട്ട് മര്യാദയ്ക്ക് തോന്നണം. ഞാൻ പറയാനെടുത്ത് കേട്ടാ. എന്റെ കൈ കളിക്കുന്നില്ല. ഒന്നും കൂടെ കൊടുക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, തൽക്കാലം മതി, തൽക്കാലം മതി. എന്താ വിളിച്ചേ? എടാ നിന്നെടാ മാറിക്ക്. ചേട്ടാ ജയെ ഒന്ന് എടുക്കോ? എങ്ങനെ? ജയെ ഒന്ന് എടുക്കൂന്ന്. ബുദ്ധിമുട്ടി. ഞാൻ തിരിച്ച് സ്റ്റേഷനിലോട്ടില്ല. ഞാൻ ഇവിടെ ഉറപ്പിച്ച്. എന്താ കാര്യം? ജയ്ക്ക് ഇവിടെ എടുക്കാൻ. ഓ, അങ്ങനെയാണെങ്കിൽ ഞാനല്ലേ SI. അപ്പൊ ഞാൻ ജയ എടുക്കാം. അതൊക്കെ സ്റ്റേഷനിൽ. ഇവിടെ ഞാനല്ലേ സൂപ്പർവൈസർ. ഞാൻ പറയും. SI പറയുന്ന കേട്ടില്ലെങ്കിൽ കേസിൽ ഞാൻ ഒന്നും പറയില്ല. ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ ജയ എടുക്കും. ജയ എടുക്കാൻ വന്നു. ഞാൻ ജയ എടുക്കാം. ജയ എടുക്കാൻ അവന് വലിയ പരിചയമില്ല. ഇന്നലെ വരെ ഞാനാണ് എടുത്തോണ്ടിരുന്നത്. കല്യാണമൊക്കെ ഒന്നും കഴിക്കാത്ത കുട്ടിയാണ് ആണോ? നമ്മളെ. എടുക്കട്ടെടാ, പൊക്ക്. ജയ ഞാൻ എടുത്തോളാം. നീ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ജയ ജയ ജയ. എന്താ ഇത്? ഇതാണ് ജയ അരി. അറിയാ. ഇനി സുരേഖ എടുക്കട്ടെ. അങ്ങനെ വരൂ. ഒരു 90 കിലോ വരും. കൊണ്ടുപോയി ജയ കൊണ്ടുപോയി. പതിനെ കൊണ്ടാണ് ജയക്ക് നോവും. അമ്പട കള്ള. ഇവിടെ ഓരോന്ന് ചുമക്കാൻ വന്നിട്ട് നീ ഐസ്ക്രീം കാട്ട് തിന്നു അല്ലടാ നാറി. മുതലാളി ആ സ്റ്റാഫ് അങ്ങോട്ട് പോയായിരുന്നു. എടാ നീലക്ക് ഒരു ചിന്ത മാത്രമേ ഉള്ളടാ. എന്ത് ചെയ്യൂന്ന് പറ. അരിപ്പൊടി 16 കിലോ. ചന്ദനത്തിരി 2. സെബാസ്റ്റ്യൻ അല്ലേ? അയ്യോ, ഗീത ഗീത ഗീത. എന്റെ ദൈവമേ, എത്ര കാലമായടാ കണ്ടിട്ട്. സത്യം. നിനക്ക് തെറ്റിയാലേ എനിക്ക് തെറ്റിയാലേ. 3 വർഷമായി കണ്ടിട്ട്. ഇനി നീലടി ഇവിടെ. എന്നെ ഇവിടെ കെട്ടിച്ചേ. ഇവിടെയോ? ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റിനകത്തോ? ഇതിന്റെ മുതലാളി ഞാനാ. എന്നെ കല്യാണം വിളിച്ചില്ലോ. അതല്ലടാ, എന്നെ ഇവിടെ അടുത്ത കല്യാണം കഴിച്ചത്. കിളിനാഥം. ആ, ഈ പുള്ളി അങ്ങനെയാ. ഈ പെണ്ണുങ്ങളുടെ ശബ്ദം കേട്ടോ അന്നേരം വന്നോളൂ. കേറി പോകാത്തോട്ട് പോ. നീ വാ പറയാം. എന്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചതാ. സ്കൂളില് ഗീത.
അന്ന് എന്നെ അങ്ങ് ചെറിയ ലൈനൊക്കെ ഉണ്ട്. ഛേ. അന്ന് ഞാൻ ഇതുപോലല്ലേ എന്നെ കാണാൻ വിടുകണോ എന്നെ കാണാൻ. പിന്നെ അപ്പൊ ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഞങ്ങളെ ലൈനൊക്കെ ആയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒന്ന് കണ്ടതാ. അപ്പോഴേ ഞാൻ ഗീത ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു നമ്മൾ ഒത്തിരി ആയി കണ്ടിട്ട്. ഇവിടെ ഏറ്റവും വലിയ ഭയങ്കര ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്നായിരുന്നു അറിയോ? അമിതാഭ് ബച്ചനെ പോലെ പൊക്കമുള്ള ഒരാളെ കല്യാണം കഴിക്കണമെന്നുള്ളത്. അങ്ങനത്തെ ഒരാളെ വേണ്ടി കെട്ടിയത് നീ? അത്രയും പൊക്കയില്ല, പക്ഷെ കിളി പോലത്തെ മനസ്സുള്ള ഒരാളെ തന്നെ കെട്ടിയേ. ആ അതുകൊണ്ട് സന്തോഷം. എത്ര മക്കളുണ്ട് ഇപ്പം? മക്കളൊന്നും ആയിട്ടില്ലടാ. അപ്പൊ കൂട് വയ്ക്കാൻ അറിഞ്ഞൂടാത്ത കിളി. ഞാൻ പറഞ്ഞത് ഗീതയ്ക്ക് അത്ര കൂടാ വേണ്ട. ഞാൻ കയ്യിൽ പോയത് ഗീതയ്ക്ക് എല്ലാം ആവശ്യമുള്ളതെന്ന് വെച്ചാൽ എടുത്തോ. എടാ എനിക്ക് നല്ല തേയിലുണ്ട്, 1 കിലോ വേണം. അയ്യോ ഗീതേ, തേയില ഞാൻ നോക്കിയിട്ട് ആ ഗീതേ നമുക്ക് ഇവിടെ തേയില സ്റ്റോക്ക് ഇരിപ്പില്ല. അയ്യോടാ എനിക്ക് തേയില വേണമായിരുന്നു. ഗീതയ്ക്ക് വേണ്ടി ഞാൻ തേയില മൂന്നാറിൽ നിന്ന് ഉള്ളിക്കൊണ്ട് വരും. ഗീതയുടെ ഭർത്താവ് എന്നാണ് കുഴപ്പം? ഇവിടുത്തെ എസ്ഐയാ. നീ തന്നെ വെച്ചോ എന്ന് കയറി. എന്നാന്ന് വെച്ചാൽ എടുത്തോണ്ട് പോ. പൈസയും വേണ്ട, എനിക്കൊരു മാങ്ങാത്തുലിയും വേണ്ട. ചേട്ടാ നിങ്ങളെന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഒരു സാധനം മേടിക്കാൻ വന്ന്. ഇത് വന്ന് എടി ഞാൻ ഡ്യൂട്ടിയിലാണ്, ഞാൻ ഇവിടെ ജോലിക്ക് കയറി. അപ്പൊ നിങ്ങൾ പോലീസ് പറഞ്ഞു വിട്ടോ? മണ്ടി അതല്ല, ഞാനൊരു കള്ളനെ പിടിക്കാനായിട്ട് വേഷം മാറിയില്ലാത്ത നിൽക്കുവാണ്. എന്നിട്ട് തലേ ചാക്കാണല്ലോ. പൊട്ടിയാണോ നീ? ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നീ ഭാര്യയും ഭർത്താവ് ഒറ്റ കുഞ്ഞുങ്ങൾ അറിയരുത്. മനസ്സിലായോ? വീട്ടിലെന്തോ കറി വെച്ചെന്ന്? ഇന്നൊന്നും കറി വെച്ചില്ല, മീൻ വല്ലതും മേടിക്കണം അങ്ങനെ വിചാരിച്ച. കപ്പയുണ്ടോ? ഇല്ലെന്നേ. കപ്പ 1 കിലോ കപ്പ മേടിച്ചു വെക്കണം. പെണ്ണുങ്ങളെ പറയുന്നത് മാറാ. അഭിനയിച്ചോ അഭിനയിച്ചോ. പെണ്ണുങ്ങളുടെ കൈ വേഗത്തുണ്ടോ കൈ വെക്കുന്നത്? എടാ നാളെ എന്റെ പഴയ ഗീത കൈവക്കും. ഇവ കേറി വന്ന് ഈ പെണ്ണിനെക്കാരി പിടിച്ചേക്കുന്നത്. പെണ്ണുങ്ങളെ തല്ലി തുടങ്ങി. നീ പെണ്ണുങ്ങളെ കയറി പിടിക്കാറോ? അല്ല പിന്നെ ഞാനത് തെറ്റിയതാണ്. അവരെ ഇങ്ങനെയുള്ളവന്മാരെ നമ്മൾ വെറുതെ വിടരുത്. അല്ലാലും കുറഞ്ഞ് ഇറമ്മമാരുള്ളതാ. തോന്നില്ല ഞാൻ 2 അടിച്ചെന്ന് പറഞ്ഞു തോന്നില്ല. വിടാ, അതെന്റെ പഴയൊരു തെറ്റാണ്. സങ്കടപ്പെടുമെന്ന് വേണം. അവിടെ മുന്നേ ഞാനൊന്ന് സൈൻ ചെയ്യാൻ വേണ്ടി അത് സ്കൂളിൽ പഠിച്ചോണ്ടോ ഞങ്ങൾ ഭയങ്കര ലൈനായിരുന്നു. നീ അത് കാര്യമാക്കട്ടോ കേട്ടോ. ഇപ്പോഴും ഉണ്ടോ? എന്നാ ചാറ്റിങ്ങെന്നൊക്കെ പറഞ്ഞ് മറിക്കുമല്ലേ രാത്രിയിലോ? പിന്നെ ഒരു കിഴക്കനുണ്ടെന്ന് പറഞ്ഞു അവൻ ഇല്ലാത്തപ്പോ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഒന്നും അറിയണം, നൈസായിട്ട് ഇവിടെ നിന്നോട്ടോ. ആ പറഞ്ഞു. എടാ പിന്നെ ഫ്രഷ് ആയിട്ട് മീനുണ്ടോ? ഫ്രഷ് ആയിട്ട് പച്ചമീൻ നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. ആണോ? ഒരു കാര്യം ചെയ്യ്, ഒരു 2 കിലോ മീനും ഇച്ചിരി കപ്പയും 1 യൂറോ ഒക്കെ ആയിട്ട് ഞാൻ വൈകിട്ട്. ആ അത് വേണ്ട ചേട്ടാ, വൈകിട്ട് വരുമ്പോ 2 കിലോ മീനും കൂടെ മേടിച്ചോണ്ട് വന്നേര് കേട്ടോ. അത് ശരി, നീ ഇതിന്റെ ഇടയിൽ കൂടെ ലൈൻ വലിക്കുക. ഒപ്പിച്ചോണ്ട് വന്ന സാധനത്തിന് മുതലാളിയുടെ പഴയ ലൈൻ അടിച്ചേച്ച് നീ തല്ലരുതെന്നു. അങ്ങനെയാണ് ഞാൻ ഉള്ള കാര്യം സ്വത്ത് വിളിച്ചു പറയും. പറയണ ഞാൻ പണിക്കാരനല്ല. പിന്നെ താൻ ആരാടാ? ഞാൻ ഇവിടുത്തെ സ്ഥലം എസ് ഐ. അവളെ കെട്ടിയ കിഴങ്ങനില്ലേ, ആ കിഴങ്ങനാണ് ഞാൻ. മുതലാളി പൊളിഞ്ഞടാ എല്ലാം പൊളി. ഞാൻ പറഞ്ഞു എന്തെല്ലാം കാര്യം. മുതലാളി ഒന്ന് പിടിച്ചേ, ജസ്റ്റ് ഒന്ന് പിടിച്ചേ. ഇടക്കിടക്ക് ഇങ്ങനെ ഓരോന്ന് കൊടുക്കണം, എന്നാലേ ഒരു രസമുള്ളൂ. നീ തല്ലിതാരിയെന്നറിയോ? സ്ഥലം എസ് ഐ ആയിരുന്നു. നോക്ക് മേടിച്ചു കേട്ടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. അതെ, അതുകൊണ്ട് ഞങ്ങൾ ഈ മോഷ്ടവരെ കണ്ടുപിടിക്കുന്നതിന്. മുതലാളി കള്ളനെ പിടിച്ചു. മുതലാളി ഇത്ര നല്ല മോഷ്ടിച്ച എല്ലാ കള്ളം പിടിച്ചു. വാ മുതലാളി. എങ്ങനെയുണ്ട് എന്റെ നിഗമനം കറക്റ്റ് അല്ലേ? ഈ സൂപ്പർ മാർക്കറ്റിൽ തന്നെ കള്ളനുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. ഒരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷൻ വിളിച്ചൊരു ജീപ്പും ഒരു കൈവിലങ്ങും ബാക്കി 2 പോലീസുകാരോട് വിളിക്കും. ഓക്കെ സാർ. അല്ല കൈവിലങ്ങൊന്നും വേണ്ടെന്ന്, ഒരു ചെറിയ പെട്ടി മതി മുതലാളി. ഒരാളെ പെട്ടിക്കത്ത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ആളല്ല ചാരി, അവനെയും കൊണ്ടുവാ. നമ്മളെ സാധനങ്ങൾ ഇത്ര നാൾ മോട്ടിച്ചില്ലേ? അയ്യ ഈ പന്നിയലിയാണോ? എടി ഇതിലെ എവിടെയെങ്കിലും കൂട്ടി കള. എന്റെ സാറേ ഇതാ കള്ളനെന്ന് പറഞ്ഞോണ്ട് ഇവിടെ കിടന്നിട്ട് വേളം വെച്ചോണ്ടിരുന്നു. ഇതാണോ കള്ളൻ? സാറേ അത് ഇവിടുത്തെ കള്ളൻ. നമുക്ക് പിടിക്കേണ്ടത് മറ്റേ കള്ളനെയല്ലേ? അത് തന്നെ. ഞാൻ CCTV പകർത്തിയ ചിത്രമാണ്. ഈ ആളെ കണ്ടു പരിചയമുണ്ടോ? ഈ നഗരത്തെ കിടികിട ഉറപ്പിക്കുന്ന കള്ളനാണോ?
ഇല്ല എനിക്ക് പരിചയമില്ല. സ്റ്റാഫുകളിലേക്ക് വന്ന് ഇയാളെ ഓർമ്മയുണ്ടോ? കണ്ടിട്ടുണ്ടോ? പരിചയമുണ്ടോ? ഹെൽമെറ്റും ജാക്കറ്റും ഇട്ടേക്കല്ലേ സാറേ, പിന്നെ എങ്ങനെ മനസ്സിലാവും? അല്ല എന്നാലും പരിചയമുണ്ടോ? ഇല്ല. നീ നിനക്ക് ഇല്ല സാർ, എവിടെ? പറ, ഉണ്ടെങ്കിൽ പറ. ഇല്ല ഒരു സാറേ. പോലീസുകാരനെ തല്ലിയേക്ക് നിൽക്കുവാ ഒരു മനുഷ്യൻ. പറ. അത് പറഞ്ഞപ്പോഴാ സാറേ ഞാൻ ഇനി ആവർത്തിക്കില്ല സാറേ, എനിക്ക് ഇത്തിരി എടുത്തുകാട്ടത്തിന്റെ അസുഖമുണ്ട് സാർ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വിരമിക്കുകയാണ് സാർ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. പിന്നെ മറ്റേ കളർ പിടിക്കണം കേട്ടോ. ഓക്കേ. കാരണം മുതലാളിയുടെ തടിയാണ് എന്റെ ഇത്. ഉവ്വ. ഓക്കെ ശരി. എവിടെയെങ്കിലും വെച്ച് കാണാം. അല്ല, അതിനു മുമ്പേ ഇയാളെ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ട് ഈ ജാക്കറ്റും ഹെൽമെറ്റും വെച്ച്? ഇതൊക്കെ എങ്ങനെ അറിയാം സാറേ? ഞാൻ പോയിട്ട് വരാം. പോട്ടെ പെങ്ങളെ. സാറേ ഈ ഹെൽമെറ്റും ജാക്കറ്റും അല്ലേ സാറേ അത്? കള്ളനെ പിടിച്ചടാ, കള്ളൻ പിടിച്ചത് പിടിക്കാവനെ. എടാ നാറി. അത് ശരി, നീ എന്നെ തോളിലിട്ട് തന്നെ ചെവി കടിക്കുവായിരുന്നല്ലടാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് മുതലാളിയുടെ തടിയാണെന്ന്. എടാ പൊന്നേ.